ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ചായപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അയ്യോ വീഡിയോ എടുക്കണമല്ലോ എന്നൊരു ഓർമ്മ വന്നത്. അപ്പോഴേക്കും നമ്മളൊക്കെ സെറ്റാക്കി അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ദോശമാവൊക്കെ ഞാൻ 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞല്ലോ, 2 ദിവസം മുന്നേ നമ്മളൊന്നാകെ അങ്ങോട്ട് അരച്ച് വെച്ചെടുക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് പിന്നെ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചുട്ടെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ ഒഴിക്കുന്ന പാത്രത്തിലാണെങ്കിൽ അത് ഫുള്ളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ചായിട്ട് എടുക്കണം. കാരണം അതിൻ്റെ സൈഡിൽ അരുവിലൊക്കെ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചതാണ് കേട്ടോ. ഞാൻ പിന്നെ വല്ലാതെ ഇങ്ങനെ ഇളക്കിയിട്ടൊക്കെ വെക്കുമ്പോൾ പിന്നെ ഞാൻ മാവിനൊരു പുളിപ്പ് ഇത് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ അനങ്ങാതെ അങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചതുകൊണ്ടാണ് ആ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തണുപ്പൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊരു തണുപ്പുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശയാണ്. നമ്മുടെ ദോശ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ചായ കടികളിലൊന്നാണ് കേട്ടോ ദോശ. നമ്മുടെ ഉഴുന്ന് ദോശ അത് നല്ല ഇഷ്ടമാണ്. ദോശയ്ക്ക് മിക്കതും കോമ്പിനേഷൻ സാമ്പാറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇഡ്ഡലി സാമ്പാർ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ദോശയുടെ കൂടെ സാമ്പാർ എന്തായാലും വയ്ക്കണില്ല. ഒരു ചമ്മന്തിയും അതുപോലെ ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കുമ്പോൾ കാണിക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ദോശയുടെ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് കട്ടിയുള്ള കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്ന് ദിവസമായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പാനൊക്കെ നന്നായി ചൂടായി വരുന്നുണ്ട്. നമ്മുടെ ദോശ ഇങ്ങനെ പരത്തി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ദോശ ചുടുന്നത് ചില സമയത്ത് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ചുട്ടെടുക്കണത് ഇങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. ചില സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറാനും പറ്റില്ല. അപ്പോൾ അടുത്ത് തന്നെ അങ്ങനെ നിൽക്കണം. അപ്പോൾ ചില സമയത്ത് നമുക്ക് ശരിയാവില്ല. ചില സമയത്ത് എനിക്ക് നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ ദോശയൊക്കെ ചുട്ടെടുക്കാനും. അപ്പോൾ ഇന്ന് ദോശയ്ക്ക് നമ്മൾ എണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നെയ്യൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ നെയ്യൊന്നും നമ്മുടെ കയ്യിലില്ല, നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, മേടിച്ചത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ എണ്ണയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എണ്ണ ഒന്നിങ്ങനെ പരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്ദോശയൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മക്കൾക്ക് നെയ്ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒന്നില്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെയാണ്ട് പോട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ദോശ ഇങ്ങനെ പരത്താനും അതിങ്ങനെ മറിച്ചിടാനും വീണ്ടും ഇങ്ങനെ ആ പരത്തണ വട്ടം ചുറ്റണം, അതൊക്കെ എനിക്കിഷ്ടമുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ അത് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ണനൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ദോശ ചുടുന്നത് അവനും ഇഷ്ടമാണ്. അപ്പോൾ അവനും വന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ദോശ ചുടാമ്മ എന്നൊക്കെ പറയും. പക്ഷേ അവനത് അങ്ങോട്ട് കറക്റ്റായിട്ടാണ് വഴങ്ങില്ല. അത് ആ ചുറ്റണ സമയത്ത് അതാകെ അതിൻ്റെ ഡിസൈനൊക്കെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഞാൻ അധികം സമ്മതിക്കാറില്ല. എന്നാലും കണ്ണനും ഇഷ്ടമാണ് കേട്ടോ ദോശ ചുടാനൊക്കെ. അപ്പോൾ അതിങ്ങനെ വട്ടം ചുറ്റി അങ്ങനെ നമ്മളങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. ദോശയൊക്കെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മളിവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ പെയ്തത്. ഇന്നിപ്പോൾ രാവിലെ മഴ തന്നെയാണ്. അതുപോലെ ഇന്നലെ രാത്രി തൊട്ടിട്ട് ഒരു മഴയാണ്. പകലൊക്കെ നല്ല വെയിലായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഒരു അന്തരീക്ഷത്തിനൊക്കെ ഒരു മാറ്റം. പിന്നെ രാത്രിയിലൊക്കെ അങ്ങനെ മഴ പെയ്തു. ഇപ്പോൾ ഇന്നലെ രാവിലെ നല്ല മഴയാണ് കേട്ടോ. ഇപ്പോൾ ഒന്നും ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തോ ചക്രവാത ചുഴി എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താണാവോ, എന്തായാലും നല്ലൊരു മഴ പെയ്തു പോയി കേട്ടോ. ശരിക്കും ഒരു വർഷക്കാലത്തിൻ്റെയൊക്കെ ഒരു പോലെ അതുപോലെയൊക്കെ തോന്നിക്കുന്ന ഒരു മഴ. നമ്മുടെ കുട്ടികളെ സ്കൂളൊക്കെ തുറക്കുന്ന ടൈമിലാണ്, നമ്മൾ ജൂണിലൊക്കെ ആകുമ്പോഴാണ് സാധാരണ അങ്ങനത്തെ ഒരു മഴയാണ് കേട്ടോ അപ്പോൾ പെയ്ത്. ഇനിയിപ്പോൾ ദിവസം ആയി തുടങ്ങി, എന്നാലും മഴ പ്രാവശ്യം നേരത്തെ വന്നോന്ന് തോന്നിപ്പോയി. അങ്ങനത്തെ ഒരു മഴ കേട്ടോ. നല്ല കാറ്റും മഴയൊക്കെയാണ് നമ്മളിവിടെ പെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചട്നി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ ചട്നിക്ക് നമ്മൾ ഒരു ഇഞ്ചി എടുക്കുന്നുണ്ട്. അതുപോലെ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളിനി തേങ്ങയുടെ കൂടെ എല്ലാതും അങ്ങോട്ട് മുറിച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് മിക്സിയിലാണ്ട് അരച്ചെടുക്കുകയാണ്. അതിന് കുറച്ച് വേപ്പിലയും ചേർത്ത് കൊടുക്കണമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അരച്ച് ആക്കി നമ്മളങ്ങനെ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതെല്ലാം അരച്ചെടുത്തിട്ട് നമ്മൾ കടുകും ഒക്കെ ഒന്ന് പൊട്ടിക്കുകയാണ്. അതിൽ കുറച്ച് 2 ഉണക്കമുളകൊക്കെ എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് ഒന്ന് വറവെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇറക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ 2-3 നായക്കുട്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു സമയത്ത് നല്ല നായക്കളുണ്ടായിരുന്നു. ഇപ്പോൾ അത്ര ഇല്ല. ഇപ്പോൾ ഇങ്ങനെ ചെറിയ കുട്ടികളെയൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതിങ്ങനെ വന്ന് തിരിഞ്ഞ് പറമ്പിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്.
ഇത് നമ്മുടെ ചായയും ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചായയാണ് കേട്ടോ, ചായയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പാല് എത്തിയിട്ടില്ല, പാലുകാരൻ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ നേരത്തെ തന്നെ കട്ടൻ ചായ ഞങ്ങൾ ഉണ്ടാക്കി. എന്നാൽ പിന്നെ ചായ കുടിക്കാമല്ലോ. കണ്ണനാണെങ്കിൽ പോകാനുണ്ട്, ട്യൂഷനും പോകാനുണ്ട്. അപ്പോൾ പിന്നെ അവന് പോകുമ്പോഴേക്കും ആവണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചായയും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചട്നി മാത്രമാണെങ്കിൽ ഇഷ്ടമാണ്. എന്നാൽ അതിൻ്റെ കൂടെ ഇഷ്ടമുള്ളത് അവർക്ക് ചമ്മന്തിയാണ് കേട്ടോ. ചട്നിയെക്കാട്ടി ഇഷ്ടം ചമ്മന്തിയാണ്. ചമ്മന്തി എന്ന് പറയുമ്പോൾ നമ്മുടെ തേങ്ങ അരച്ച ചമ്മന്തി അല്ല, നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട്, സവാള അരിഞ്ഞിട്ട് അതുപോലെ ഒരു തക്കാളി എടുക്കും. എന്നിട്ട് അതെല്ലാം അങ്ങോട്ട് ചീഞ്ചട്ടിയിലിട്ടിട്ട് അങ്ങോട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ മുളകും പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. അത് എനിക്കും നല്ല ഇഷ്ടമാണ് ആ ചമ്മന്തി. ചട്നീനെക്കാട്ടും ഇഷ്ടം ആ ചമ്മന്തിയാണ്. നിത്തുവിനാണെങ്കിലും അത് നല്ല ഇഷ്ടമാണ്. ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരുപാട് അവന് ദോശ എപ്പോൾ വേണമെങ്കിലും കഴിക്കും, എപ്പോൾ കൊടുത്താലും കഴിക്കും. ചോറിൻ്റെ സമയത്തും ദോശ ചോദിച്ചാൽ അവൻ ആ ദോശ ചമ്മന്തി കൂട്ടിയിട്ട് ദോശ കഴിക്കും കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണ്. അങ്ങനെ നമ്മുടെ ചീനട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സവാളയും തക്കാളി എല്ലതും അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ സവാളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ദോശ ചുടലും നടക്കുന്നുണ്ട്. രണ്ടും കൂടിയിട്ട് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നെ എന്നാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്. നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകാണ്ട് ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇനി ആ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിനും ഞാനും കുട്ടികളും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ അത് നമ്മൾ ഇനിയിപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും റെഡി ആവണം. അപ്പോഴേക്കും 10 മണിയൊക്കെ ആകുമ്പോൾ പോകും. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് 1-2 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരും വിളിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പണികളൊക്കെ അങ്ങോട്ട് തീർക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ദോശയുടെ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സവാള, തക്കാളി, അതുപോലെ വേപ്പില, പിന്നെ അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനതൊന്നും ഇട്ടിട്ടില്ല. അല്ലാതെ തന്നെ നമ്മൾ വേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് അവിടെ അരച്ചെടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ തന്നെ നല്ല രസമാണ് കേട്ടോ. ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ചമ്മന്തി. അപ്പോൾ ഇതാ നമ്മുടെ പാല് വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരം വൈകി, എന്താണാവോ ഇന്ന് കുറച്ച് വൈകിട്ടാണ് വന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ മഴയാണ്, രാവിലെയും കുറച്ച് നേരം മഴയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നത് കുറച്ച് വൈകി. പിന്നെ അതിന് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ്. കണ്ണനും നിത്തും ആളും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പെട്ടെന്ന് ചായയുടെയൊക്കെ കഴിക്കുകയാണ്. ഇനി നമ്മൾ ഒക്കെ ഒന്ന് റെഡി ആയിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഫംഗ്ഷനൊക്കെ ഒന്ന് പോകാനുണ്ട്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് പെണ്ണിൻ്റെ വീടാണ്, നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോക്കാണ് കേട്ടോ. അത് അത്ര ദൂരമൊന്നും അല്ല, എന്നാലും കുറച്ച് ദൂരമുണ്ട്. നമ്മുടെ വീടിൻ്റെ വേറൊരു സൈഡാണ്, കുറച്ച് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 10 മണിയാകുമ്പോഴേക്കും നമ്മൾ പോകും. അപ്പോൾ ഞാനും വേറെ ആളും പറഞ്ഞു വെച്ചത് സാരിയൊക്കെ ചുറ്റാന്നാണ്. അപ്പോൾ സാരിയൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും ചുറ്റി വരാനൊക്കെ. നമ്മളാണെങ്കിൽ അങ്ങനെ സ്ഥിരമായിട്ട് സാരി ഒന്നും ഉടുക്കാത്ത കാരണം, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഉടുക്കുന്ന കാരണം കുറച്ചധികം ടൈമൊക്കെ വേണം. അപ്പോൾ അതിനും കുറച്ച് സമയമൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ചായയുടെ പരിപാടിയൊക്കെ കഴിച്ചു. നിത്തുവിനൊക്കെ റെഡിയാക്കി, കണ്ണനെത്തിനൊക്കെ റെഡിയാക്കി ആദ്യം അവരനൊക്കെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങനെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുക്കങ്ങളും പൊരുകയൊക്കെയാണ്. നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാരി അങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നേരെയോ വെച്ചിട്ടുള്ള പരിപാടിയിലാണ്. അങ്ങനെയുള്ള അങ്കലാപ്പിലാണ് കേട്ടോ, വലിച്ചിട്ട്. അപ്പോൾ നിത്തും കണ്ണനുമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വരും. അപ്പോൾ ഫോണാണെങ്കിൽ മാറ്റി വയ്ക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ 2 വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോണൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും അങ്ങനെ ഇപ്പോൾ സൈലൻ്റായിട്ട് 2 പേരും അവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇനിയൊക്കെ ഒരാൾ വന്നിട്ടുണ്ട്, അടുത്ത ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ കൂടെ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഇന്നിപ്പോൾ പരിപാടിക്ക് പോകാൻ ഞാനും കുട്ടികളും തന്നെ ഉള്ളൂ, മറ്റാൾ വന്നിട്ടില്ല, കടയിൽ പോയി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അടുത്തുള്ളവരും എല്ലാവരും കൂടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. എല്ലാവരും കൂടി പോകുമ്പോഴും ഒരു രസമാണ്. ഇപ്പോൾ അടുത്തൊന്നും നമുക്ക് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് ഗ്യാപ്പായിട്ടോ ഇപ്പോൾ ഈടായിട്ട്. അപ്പോൾ ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ പോകട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.